എന്താന്ന് വെച്ചാ ഞാൻ നോക്കിക്കോളാം. കാണാൻ ബർക്കത്തുണ്ടോ മമാലി? മീഡിയം സ്ട്രോങ്, പഞ്ചാര കമ്മി. കുമ്പാരിക്ക് ഉപ്പ് നോക്കാൻ മാത്രം ഇല്ലേ മമാലി? കുണഞ്ഞ വർത്തമാനം പറയുന്നു. എന്ത് പണ്ടാരോലും കാണിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പോലെ കുമ്പാരി, ഒന്ന് പിടിപ്പിച്ചിട്ട് ഒരു പിടി ചോറ് തിന്നിട്ട് പോ. മമാലി, അവളുടെ കാര്യം ഏറ്റവും ഒന്ന് പറയിപ്പിക്കണം ഷൺമു സാറിനെ കൊണ്ട്. ശക്തിക്ക് മുന്നിൽ തീയ ശക്തികൾക്ക് ഒരിക്കലും നിലനിൽപ്പില്ല. നന്മയ്ക്ക് മുന്നിൽ തിന്മയ്ക്കും, സത്യത്തിന് മുന്നിൽ അസത്യത്തിനും. അങ്ങനെ പറഞ്ഞു കൊടച്ചു. നായന്മാരും നമ്പൂരാരും നസ്രാണികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇതുപോലെ രച്ചൻ കേരളത്തിൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ നസ്രാണികൾ ഒരു കാലക്ക് കാലക്കിയേനെ. പക്ഷെ മുഖ്യമന്ത്രിയാവാൻ മാണി സാറാ നല്ലത്. പണ്ടാരോടക്കാനായിട്ട് ഈ അച്ഛൻ പകലും ഇറങ്ങി തുടങ്ങിയ ഇറങ്ങും. നിന്നെ പോലുള്ള ചെകുത്താന്മാരെ ഒഴിപ്പിച്ച് നാട് നന്നാക്കാൻ പട്ടാ പകല് ഞങ്ങൾ ഇറക്കും. നിങ്ങൾ ഈ കോപ്പം കണ്ട് ഗുണാരോട് ചെല്ലുന്നുണ്ടല്ലോ, നിങ്ങൾക്കും കൂടെ ചേർത്ത് പാഴ്സൽ കൊണ്ടുവരുമോ? അടുക്കള പണിക്ക് ഞാൻ ഒരുത്തി അപ്പോയിന്റ് ആക്കി. ആരാത്? പിച്ചക്കാരൻ ആളെ വെച്ച് തണ്ടിക്കണ ആദ്യമായിട്ട് കേൾക്കുവാണ്. മമ്മാലി, ഞാൻ വല്ലതും പറഞ്ഞല്ലോ. നിങ്ങൾ ആരെ വെച്ചെന്നാ? അങ്ങോട്ട് പോയി നോക്ക്. ഓ ഇവിടുത്തെ എന്ത് ഭാവിച്ചുണ്ടാ? കേറിയ ഒട്ട് കാണല്ല. ഇന്നായിരിക്കും ഇച്ചിരി വലുതാ കൊച്ചിന്റെ പള്ളയിലോട്ട് ചെല്ലണം. നമ്മളറിയാതെ ഇതൊരു വീടാകണം അവന്മാര്. ഒരു സുഖമുള്ള കാഴ്ചയാണ്. അത്ര സുഖം വേണ്ടി വരില്ല. ആ നായ്ബാബ എന്തൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്താ? അതാ തേവരലുള്ള മടകൊണ്ടല്ല, വിദേശികൾ കൊച്ചുങ്ങളെ ദത്തെടുക്കുന്ന അവിടുത്തെ അമ്മ പറഞ്ഞാണ്. അത് ഈ കൊച്ചിന്റെ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? 2 ജർമ്മനിക്കാരെ ഡോഗിന്റെ കൈക്ക് വീണ്. സായിപ്പിന്റെ കൂടെയുള്ള മദാമേ ഇതേ കേസാണ്. മിണ്ടൽ നഹി കേൾവി നഹി. ബാബുവിനോട് അവര് പറഞ്ഞാണ് ഇതുപോലുള്ള കുട്ടികളുടെ ദത്തെടുക്കാൻ അവര് തയ്യാറാണെന്ന്. പക്ഷെ അവര് മഠത്തിലെ അമ്മച്ചി വഴിയെ ഡീല് നടത്തും. എന്ത് പണ്ടാരായാലും വേണ്ടില്ല, ഒന്ന് അന്വേഷിച്ച് നോക്ക്. കൊണ്ടുപോന്നെ കൊണ്ടുപോട്ടെ, വല്ല നാട്ടിലും പോയി ജീവിക്കട്ടെ. പാവം ആശാനെ കണ്ട് ഒന്ന് പറഞ്ഞു നോക്കാം. ഓ, RCC റീജിയണൽ ക്യാൻസർ സെന്റർ അവരുടെ റിപ്പോർട്ടാ. മറ്റവൻ ആമാശയവും കീഴടക്കി പറന്നു കഴിഞ്ഞു. രക്ഷപ്പെടാൻ പഴുതുകളില്ല. രോഗി മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്ന്. രോഗി ഞാനാ. എന്താ ശാനി പറയുന്നത്? ഇനി അധിക നാളില്ല. ഈ ശരീരത്തെ ചെങ്കോടി പതപ്പിച്ച് പൊതുദർശനത്തിന് ടൗൺ ഹാളിൽ വെക്കാനെന്ന്. ചികിത്സ? പാർട്ടി ഫണ്ടിലെ കാശ് ചെലവാക്കി ചടങ്ങിന് ചിലത് നടത്താം. അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അറിഞ്ഞാൽ സഖാക്കൾ ഡൽഹിയിലോ ബുഷപ്പിന്റെ നാട്ടിലോ ഒക്കെ കൊണ്ടുപോകും. ആവശ്യമില്ല. എന്തിനാ ഈ വാശി? ഈ കാര്യത്തിലെങ്കിലും ആരെങ്കിലും ഒന്ന് അനുസരിച്ചൂടെ? ഇല്ല, പ്രത്യേകിച്ച് നിന്നെ. നിനക്കതിനുള്ള അർഹതയില്ല. ഇഷ്ടം പോലെ ചെയ്യും. എന്നാ പിന്നെ മിണ്ടായിരുന്നൂടായിരുന്നു? എന്നെ ഇപ്പൊ എന്താ അറിയിച്ചത്? കാര്യമുണ്ടായിട്ട് ഞാൻ കുറച്ചുനാൾ ഒരു മിണ്ടാപ്രാണി കുട്ടിയെ നിന്റെ മാളികയിലൊന്ന് താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടായെങ്കിൽ എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ? നീ അതിലെ സായിപ്പിനും മദാമയ്ക്കും ദത്ത് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ത് അധികാരത്തിലാ? അതിനൊരു നല്ലത് വരട്ടെന്ന് കരുതിയില്ലേ? ഓഹോ, അത് നിന്റെ സ്വന്തം കുഞ്ഞായിരുന്നെങ്കിൽ അപ്പോഴത്തേക്കും നല്ലത് വരുത്താൻ എടുത്താർക്കാൻ കൊടുക്കുവോ? പറ, നാട്ടിൽ എത്രയോ പേരുണ്ട് കാശുപണമുള്ളവര്. നീ കൊണ്ടുപോയി വിൽക്കുവോ? സ്വന്തമാണെ കൊടുക്കില്ലായിരിക്കും. ഉറപ്പില്ല, കൊടുക്കില്ലായിരിക്കും. നീ ചെയ്യും. നിനക്ക് മനുഷ്യന്റെ രൂപമേ ഉള്ളൂ. ഉള്ളിലൊരു നെറുകെട്ട ചെകുത്താനാ ഉള്ളത്. ഓർമ്മയുണ്ടോ നിനക്ക് സലോമി എന്നൊരു പാവം പെണ്ണിനെ? ഓർമ്മയുണ്ട്. 7-8 കൊല്ലമായി കാണും അവൾ അപ്പന്റെ അമ്മയുടെ കൂടെ ഈ പട്ടണം വിട്ട് കിഴക്കൻ മലയിലേക്ക് പോയിട്ട്. വെറുതെ പോയതല്ല, നിന്നെ സ്നേഹിച്ചു എന്ന തെറ്റിന് നീ കൊടുത്ത പ്രതിഫലവും വയറ്റിൽ പേറിയ അവള് പോയത്.
ആ സമ്മാനത്തിനെയാ നീ സായിപ്പിന് ദത്തോട് ഒഴിവാക്കാൻ നോക്കിയത്. നിന്റെ മോളാടാ മഹാഭാവി ആ കുഞ്ഞ്. സലോമി മരിച്ചിട്ട് വർഷം 2 അവളുടെ അപ്പനും അമ്മയുമാണ് അന്നെ എന്റെ അടുത്ത് കൊണ്ടുവന്നത്. നീ അതിനെ സ്നേഹത്തോടെ വളർത്തുകയാണെങ്കിൽ, അതിന്റെ മുഖം കണ്ട് കണ്ട് നീ ഇന്ന് മനുഷ്യനായി മാറിയെങ്കിൽ അന്ന് പറയാനിരുന്നതാണ് ഞാനിത്. ഈ റിപ്പോർട്ട് വന്നപ്പോ എനിക്ക് തോന്നി, പറയാൻ ഞാൻ ശേഷിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും ഇത് അറിയാൻ പോണില്ലല്ലോ എന്ന്. വയ്ക്കോ, ഞാൻ എന്റെ കടമ തീർത്തു. എന്റെ പൊന്നുമോളിരിക്കെ ഒന്ന് കാണട്ടെ. ഞാൻ അറിഞ്ഞില്ലല്ലോ പൊന്നെ, ആരും പറഞ്ഞൂല്ല. എങ്ങാണ്ടൊന്നും വലിഞ്ഞേറി വന്നതെന്നല്ലേ ഈ പന്നം കരുതിയത്. എന്റെ അമ്മ, നാട്ടുകാർ പറയും കണ്ണീ ചോരയില്ലാത്ത കാട്ടാളൻ ഷൺമുഖൻ അവളെ ചതിച്ചൊന്നും ചവിട്ടി പുറത്താക്കി നോക്ക്. സത്യം അതല്ലോ കുഞ്ഞെ. അവള് പിണങ്ങി, അത് നേരം. ഷൺമുഖൻ എന്ന തന്തയില്ല കഴിവറിയെ ഈ ചെകുത്താനെ മനുഷ്യനാക്കാൻ നോക്കിയോളൂ. പറഞ്ഞാലനുസരിച്ച് ശീലമില്ലാത്ത ഈ തെണ്ടിപ്പട്ടിയോട് തോറ്റിട്ടാ അവളെ ഇന്ന് ആളോട്ട് പോയത്. ഒരു നാളിഞ്ഞ് തിരിച്ചു വരുമെന്ന് കരുതി, വന്നില്ല. പിന്നെ പതിയെ ഞാനും ഒന്ന് മറന്നുപോയവനെ. തന്നെ വല്ല അറിഞ്ഞൂടായിരുന്നു പോയപ്പോ നീ അവിടെ വയറ്റി കുരുത്തു തുടങ്ങിയ കാര്യം. അറിഞ്ഞിരുന്ന് വിടുകയല്ലായിരുന്നടാ. ഒന്നും ചോദിക്കാനോ കാല് പിടിച്ചെന്ന് കരയാനോ ഇനി അവളെ കാണുകയല്ലോ. പൊക്കളഞ്ഞില്ലേ? സാരമില്ല ചാന്ന് നിന്റെ വായിന്നൊരു വാക്ക് മിണ്ടി കേട്ടിരുന്നേലും ഈ മുടിഞ്ഞ നീറ്റലൊന്ന് കുറഞ്ഞേനെ. പടച്ചം വരാൻ അതിന് നിന്നെ ഇങ്ങനെയാണല്ലോ എന്റെ അടുത്തേക്ക് വിട്ടത്. ശിക്ഷയാ കണ്ണീരിലും ചോരയിലും ചവിട്ടി നടന്നതിന്റെ ശിക്ഷ. ഇനിയുള്ള കാലം ഈ അച്ഛനുണ്ടടാ ചക്കരെ, പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. രാജകുമാരിയായിട്ട് നിന്റെ അമ്മയുടെ പ്രാർത്ഥന പോലെ ഇനി ഷൺമുഖം മനുഷ്യനായിട്ട് ജീവിക്കും. അച്ഛന് ഉമ്മ തരട്ടെ. ഇനി അച്ഛനൊരുമ്മ താ. ഇവിടെ വാ വാ ചക്കരെ. இன்னைக்கு 5வது நாள். அவரை பத்தி ஒரு தகவலும் கிடைக்கல. ஒரு தடவை நேர்ல பார்த்த கூட போதும். பாவம், நெஞ்சு வலிக்கார மனுஷன். மாத்திரை மருந்து சாப்பிட கூட முடியாம சார் நினைச்சா போதும் ஏதாவது செய்யலாம். Commissioner here. What? What do you mean? Oh God. ഞാൻ അങ്ങോട്ട് വരാം. I'm coming. ഷൺമുഖൻ സാർ തിരക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. അശോക് സാറിന്റെ കൊലയാളി എന്ന് പറഞ്ഞ് കസ്റ്റഡി കിടക്കുന്ന തമിഴനുണ്ടല്ലോ, അവൻ നിരപരാധിയാണ് സാർ. ഫോഴ്സിലുള്ള ചില ആളുകൾ ചേർന്നുള്ളൊരു കളിയാണ് സാർ. അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. അവനെ ജാമ്യത്തിൽ ഇറക്കണം. റിമാൻഡ് നീട്ടണം നമ്മളായിട്ട് കോടതി ഫോഴ്സ് ചെയ്യായിരുന്ന മതി. ജാമ്യം ഈസിയാ.